ഓം ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. നരസിംഹ മന്ത്രം. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹസ്വാമിയെ ഭജിക്കുന്ന മൂലമന്ത്രമാണ് നരസിംഹമന്ത്രം. ശത്രുപരമായ ദോഷങ്ങൾ മാറുന്നതിനും ബാധാപരമായ ദോഷങ്ങൾ മാറുന്നതിനും നമുക്ക് ആരെങ്കിലും ശത്രുപരമായ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ക്ഷുദ്രം ചെയ്തിട്ട് ഉണ്ട് എന്നൊക്കെയുള്ള മനസ്സിലുള്ള ധാരണ പരമായിട്ടുള്ള ആ ശങ്ക മാറി ആപത്തിൽ നിന്നും ഭീതിയിൽ നിന്നും രക്ഷ നേടുന്നതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള മന്ത്രമാണ് ശത്രുനാശനപരമായിട്ടുള്ള ശത്രുദോഷത്തിന് അറുതി വരുത്തുന്ന ഉഗ്രമന്ത്രമാണ് ഉഗ്രസ്വരൂപനായ നരസിംഹസ്വാമിയുടെ മന്ത്രം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഇതിനൊരു ഛന്ദസ്സുണ്ട്. ബ്രഹ്മാ ഋഷി അനുഷ്ഠുപ് ഛന്ദ നൃസിംഹോ ദേവത. ഇത് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് വേണം നരസിംഹ മന്ത്രം ജപിക്കാൻ. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഇതാണ് നരസിംഹ മന്ത്രം. ഛന്ദസ് 3 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഇത് 108 തവണയോ 36 തവണയോ 1008 തവണയോ ഒക്കെ ജപിക്കുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ്. വൈകുന്നേരങ്ങളിൽ അസ്തമയ സമയത്ത്, സൂര്യാസ്തമയ സമയത്ത് ഇത് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അസ്തമയ സമയത്ത് സൂര്യൻ്റെ ചുവപ്പ് കലർന്ന ആ രൂപം നമ്മൾ ദർശിക്കുന്ന സമയത്ത് ഇത് ജപിക്കുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ്. ശത്രുപരമായ നാശത്തിന് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ക്ഷുദ്രപരമായിട്ട് ചെയ്തിട്ടുണ്ട്, ബാധാപരമായിട്ടുള്ള ആപത്പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന തോന്നലുണ്ടാകുമ്പോൾ അതിൽ നിന്നും, ആ ഭീതിയിൽ നിന്നും, ആ ഉൾഭയത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുന്നത്, തെറ്റില്ലാതെ ജപിക്കുന്നത്, നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ഗുരു ഉപദേശം നേടി ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ഈ മന്ത്രം നല്ല രീതിയിൽ കേട്ട് വശത്താക്കി പഠിക്കുന്നത് ഉത്തമമായ കാര്യമാണ്. അതിന് സർവകാര്യ വിജയത്തിനും ശത്രുദോഷ നിവാരണത്തിനും നരസിംഹസ്വാമിയെ ഭജിക്കുന്ന മന്ത്രമാണിത്. പഠിച്ചു ചൊല്ലാൻ കഴിയുന്നവർ, തെറ്റില്ലാതെ ജപിക്കാൻ കഴിയുന്നവർ ജപിച്ചാൽ ഉത്തമം. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.